I welcome all to the new video of CDS Dravidian. So today we are going to discuss in this video about the BIQ of the biology. So I took some of the question like from CDS, NDA and CAPF. So this question may be asked repeat in every term of questions and every years. So by combine the questions I made a PDF so that may help you for the upcoming question which may ask. So നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് Which one of the following is the energy currency for the cellular processes? അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആൻസർ ATP ആണ്. അപ്പോൾ ATP നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയയിൽ ഒരു മൈറ്റോകോൺട്രിയയിൽ വരുന്നൊരു ഭാഗമാണ് ATP. അപ്പം അതിനെ നമ്മൾ വിളിക്കി പറഞ്ഞതാണ് എനർജി കറൻസി പറഞ്ഞത്. അഥവാ ഇൻ കേസ് ഒരു സെല്ലിന് എനർജി കുറവാണെങ്കിൽ അപ്പം ആ സമയത്ത് ATP ആക്റ്റീവ് ആവും. അപ്പം ATP എവിടെ ഇരിക്കുന്നത്? ATP മൈറ്റോകോൺട്രിയയിലാണ് ഇരിക്കുന്നത്, ATP ഇരിക്കുന്നത്. അപ്പം നമ്മൾ എനർജി കറൻസി പറയുന്ന പേരാണ് ATP എന്ന് പറഞ്ഞത് നമ്മൾ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെല്ലുലർ ഓർഗാനിസംസ് കണ്ടെയ്ൻ DNA? അപ്പം നമുക്കറിയാം മൈറ്റോകോൺട്രിയ അതുപോലെ പ്ലാസ്റ്റിഡ്സ് ഈ രണ്ടു പേർക്കാണ് സ്വന്തം DNA ഉള്ളത്. They both have their own DNA. Like the answer here is the option D, even plastids. So in the chapter cell, the mitochondria and the plastid, they have their own DNA. They both have their own DNA, and even they both have their own ribosome. ഇപ്പം നമുക്കറിയാം മൈറ്റോകോൺട്രിയയ്ക്കും പ്ലാസ്റ്റിഡ്സിനും ആ രണ്ടു പേർക്കും അവരുടെ സ്വന്തം DNA ഉണ്ട്. ലൈക്ക് ഇൻ ദ സെൽ ദർ ഇസ് സം ഓഫ് ദി പോർഷൻ ഡിവൈഡഡ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ലൈസോസോംസ്, അങ്ങനെ പല ഭാഗമുണ്ട്. ഒരു സെല്ലിനെ തന്നെ പല ഭാഗമുണ്ട്. അപ്പം ഈ മൈറ്റോകോൺട്രിയ ഒരു പോർഷൻ അത് കവറപ്പ് ചെയ്യും, പ്ലാസ്റ്റിഡ്സ് ഒരു ഭാഗം കവറപ്പ് ചെയ്യും, ലൈസോസോംസ് ഒരു ഭാഗത്ത് കവറപ്പ് ചെയ്യും. അപ്പം ഇത് ഒരു സെല്ലിനെ തന്നെ ഇത് പല ഭാഗത്തേ ഇരിക്കുന്നതല്ല. അപ്പം അതിൽ പെടുന്നതാണ് മൈറ്റോകോൺട്രിയയും പ്ലാസ്റ്റിഡ്സും. ഈ രണ്ടു പേർക്കും ഒരു പുറത്തായിരിക്കും, പക്ഷേ ആ രണ്ടു പേർക്കും സ്വന്തം DNA ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തം റൈബോസോംസും ഉണ്ട്. അപ്പം റൈബോസോമി എന്താ വെച്ചാൽ റൈബോസോം വെച്ചാൽ അതൊരു മെയിൻ ഒരു ഐറ്റമാണ്, വെച്ചാൽ ഒരു മെയിൻ ഒരു സെല്ലാണ്. ആ സെല്ലെന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസ് ദി പ്രോട്ടീൻ. സോ ഇറ്റ് ഈസ് എ മെയിൻ ടൈപ്പ് ഓഫ് ഏജൻറ്റ് വിച്ച് ഹെൽപ്സ് ടു secrete the production of protein, whom this is ribosome. മനസ്സിലായല്ലോ? സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് റൈബോസോമാണ്, മൈറ്റോകോൺട്രിയാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടല്ലേ 2020 ക്വസ്റ്റ്യനാണ്, 2021 ക്വസ്റ്റ്യനാണ്, കണ്ടില്ലേ? അപ്പം ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് നമുക്കെല്ലാം അറിയാം. വിച്ച് സെൽ ഓർഗാൻ ഹാവ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? DNA ആൻഡ് റൈബോസോംസ്. കണ്ടില്ലേ ആർക്കാണ് ഉള്ളത്? കണ്ടില്ലേ? ആ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് തിരിച്ചു വെച്ചവർ അവിടെ അവർ ആൻസർ ക്വസ്റ്റ്യനാക്കി, ഇവിടെ അവർ ക്വസ്റ്റ്യൻ ആൻസർ ആക്കി. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്, ബിക്കോസ് ദേ ബോത്ത് ഹാവ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഈ റൈബോസോം ഹാവ് ദെയർ ഓൺ ഹിസ് ഓൺ DNA ആൻഡ് ഈവൻ ഇറ്റ്സ് ഹാവ് ദി പ്ലാസ്റ്റിഡ്സ്. സോ ഈ റൈബോസോം വെച്ചാൽ റൈബോസോമിൻ്റെ മെയിൻ ഫങ്ഷനാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക. റൈബോസോമിൻ്റെ ഒരു മെയിൻ അതൊരു ടൈപ്പ് ഒരു ഏജൻ്റാണ്. ഇറ്റ്സ് ലൈക്ക് ഏജൻറ്റ് വിച്ച് ഹെൽപ്സ് ആൻഡ് ഇറ്റ് സിക്രിയേറ്റ്സ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി പ്രോട്ടീൻ ഇൻ ദി സെൽ. ഓക്കെ, സോ നമ്മളിവിടുത്തെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത വരുന്നതാണ് ഓസ്മോസിസ് ഈസ് ദി പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഇറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഒന്നാണ് OSMOSIS, ഓസ്മോസിസ്. ഒന്ന്
ഡിഫ്യൂഷൻ. അപ്പം ഇത് 2, ഇത് 1. അപ്പോൾ എന്താണ് ഓസ്മോസിസ് ഞാൻ പറഞ്ഞുതരാം. അണ്ട് ഈ കാണുന്നത് ഇതൊരു സെല്ലാണ്. ഓക്കെ, ഈ കാണുന്ന സെല്ലാണ്, ഈ കാണുന്ന സെല്ലാണ്. അപ്പം ഈ കാണുന്ന സെല്ലിൻ്റെ ഔട്ടർ ഏരിയ, ഈ കാണുന്ന സെല്ലാട്ടോ, ഈ കാണുന്ന സെല്ല്. അപ്പം ഈ ഔട്ടർ ഏരിയയിൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഓർ ലിക്വിഡ്, അഥവാ നിങ്ങളുടെ ഈ ഭാഗത്ത്, ഈ പച്ചയില്ല, ഈ ചുവപ്പിൻ്റെ പുറത്ത്, ആ ഭാഗത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ദ water molecules which present in the outside, it will automatically come inside of the cell that make the cell swell, the cell swell എന്ന് വെച്ചാൽ വീർക്കും. എന്ന് വെച്ചാൽ ഈ പുറത്ത് കാണുന്ന ഈ പച്ചയിൽ ഈ ഭാഗത്ത് മൊത്തം വെള്ളം ലിക്വിഡ്. അപ്പം ഈ പുറത്തെ വെള്ളം അകത്ത് കയറും. അപ്പം അകത്ത് കയറുമ്പം ഇത് സ്വെല്ലാവും, ഇത് വീർക്കും ഇത്. അപ്പം അതിന് പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ദിസ് പ്രോസസ് വി കോൾഡ് ഇറ്റ് ഓസ്മോസിസ്. ദ പാർട്ടിക്കിൾസ് ഓർ ദി കണ്ടൻറ്റ് ഓഫ് വാട്ടർ ഓർ ലിക്വിഡ് മെറ്റീരിയൽ വിച്ച് കം or get into the cell and that make the cell swell, it is called as osmosis. Okay, next, അഥവാ ഇൻ കേസ്, ഇനി ഞാൻ പറയുന്നത് സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസ് വെച്ചാൽ ഡിഫ്യൂഷൻ. അഥവാ ഇൻ കേസ് വാട്ടർ മോളിക്യൂൾസ് ഇസ് വെരി ഹ്യൂജ് ഇൻ ദി ഇൻസൈഡ് ഏരിയ ഓഫ് ദി സെൽ, അഥവാ ഇൻ കേസിൽ നിങ്ങളുടെ സെല്ലിനകത്ത് കൂടുതൽ വാട്ടർ ഉണ്ടെന്ന് വെച്ചോ, വാട്ടർ ഓർ എനി ടൈപ്പ് ഓഫ് ലിക്വിഡ്. സോ ആ വെള്ളം എന്ത് ചെയ്യും, അത് ഹയർ, ഇപ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഹൈ ആണ് വെച്ചാൽ ഭയങ്കര ഹൈ ആണ് കോൺസെൻട്രേഷൻ, അതിനെങ്കിലും പുറത്തായി മതി. അപ്പം വാട്ട് ഇറ്റ് ഡു ദാറ്റ്, ഇറ്റ് വിൽ ഗെറ്റ് ഔട്ട്സൈഡ് ഫ്രം ദി സെൽ. ഈ കാണുന്ന വാട്ടർ മോളിക്യൂൾസ് പുറത്തിറങ്ങാൻ നോക്കും. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഓൾസോ ആസ് ദി ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞെന്തായിരുന്നു നിങ്ങളടുത്ത്, ഇവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ ഫുള്ളി പെരിയബിൾ കണ്ടില്ലേ. അപ്പം ഈ ഇതിനർത്ഥം എന്താ വെച്ചാൽ ആ സെല്ലിനകത്ത് ആർക്കും പോകാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ലല്ലോ, സെല്ല് എല്ലാ സാധനവും അകത്ത് എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ ആൻസറും അല്ല. ഇറ്റ് ഈസ് എ പെരിമെരിയൽ മെംബ്രെയിൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ് കാരണം? ഓപ്ഷൻ ഡി ആണ്. എന്താണ് എന്ന് വെച്ചാൽ അത് സെമിയാണ്. സെമി വെച്ചാൽ അത് ഒരു പകുതിക്ക് അത് അലോ ചെയ്യും. എന്നുവെച്ചാൽ എല്ലാം വരുന്ന ലിക്വിഡും ജെൽ ഷേപ്പ് ഓർ എനി ടൈപ്പ് ഓഫ് ഹാർഡ് ലൈക്ക് ലിക്വിഡ്സ് they will not let into the cell, so while keeping semi-permeable membrane, so that helps the cell to maximum to barrier. അത് എപ്പോഴും എല്ലാം ടൈപ്പ് ലിക്വിഡിനകത്ത് കിട്ടത്തില്ല. അപ്പോൾ അത് സെമി പെരിമബിൾ ആകുമ്പം അത് അലോയും ചെയ്യും, ഡിസ്അലോയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലേ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് ഈ കാണുന്ന സെല്ല്, ഓക്കെ, സെല്ലാണ് ഈ കാണുന്ന ഔട്ടർ ഏരിയ. അപ്പം എന്താണ്, ഈ ഭാഗത്ത് കൂടുതലാണ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഓർ ഇൻ ടൈപ്പ് ഓഫ് ലിക്വിഡ്, സോ ദാറ്റ് ലീഡ്സ് ടു എൻ്റർ ദി ഇൻസൈഡ് ഓഫ് ദി സെൽ, ദാറ്റ്സ് മേക്ക് ദിസ് ഏരിയ സ്വെൽ, ഇത് വീർക്കും ഈ ഭാഗം. അപ്പം ഇവിടെയാണ് ഹയർ കോൺസെൻട്രേഷൻ അകത്ത് കയറിയേ, അതാണ് ഇതിൻ്റെ ആൻസർ. ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെരിമബിൾ മെംബ്രെയിൻ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി സെൽ മെംബ്രെയിൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സെൽ മെംബ്രെയിൻ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. നോ. ഇറ്റ് ഈസ് എ പെരി മെംബ്രെയിൻ സ്ട്രക്ചർ ഫോർ ഓൾ സബ്സ്റ്റൻസ്. ആണോ? നോ. പിന്നെ ഇറ്റ് അലോ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ്. ആണോ? അല്ല.
അതുമല്ല. പക്ഷേ ഈ ഭാഗവും അല്ല. പക്ഷേ നമ്മുടെ ഇവിടെ വരുന്ന ആൻസറാണ് ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ആൻഡ് എനേബിൾ ദി സെൽ ടു എൻഗൾഫ് മെനി മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ അതൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. ഓക്കെ. അതുപോലെ തന്നെ അത് സമ്മതിക്കും. അതിൽ ഈ ആ ഭാഗമില്ലേ, ENGULF, എൻഗൾഫ്, അത് സമ്മതിക്കും. അതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ അമീബയൊക്കെ ഇല്ലേ, ഈ അമീബയൊക്കെ എങ്ങനെയാണ്, അമീബയൊക്കെ ഫുഡ് എൻഗൾഫ് ചെയ്യുകയാണ്. അവർ ഇവിടെ ഫുഡാണെങ്കിൽ അതിനെ പുറത്ത് കയറും, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ആ ഫുഡിന് ഇൻടേക്ക് ചെയ്യും അവരങ്ങനെ. അമീബ എപ്പോഴും അങ്ങനെ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ആൻഡ് എനേബിൾസ് ദി സെൽ ടു engulf many material. So the right answer here for the option C. Okay, അടുത്തത് പോകും നമുക്ക്. The eukaryotic chromatin is composed. അപ്പം ഇവിടെ എന്താണ് നമുക്കറിയാം. ഒന്ന് ഇവിടെ ഉള്ളത് ഇക്രോട്ടിക് ഉണ്ട്. അപ്പം ഇക്രോട്ടിക് പെടുന്ന ഭാഗമാണ് നമ്മളൊരു ഇക്രോട്ടിക് സെല്ലാണ് നമ്മളൊക്കെ. എന്നുവെച്ചാൽ എന്താ, നമ്മൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസമാണ് നമ്മൾ. പക്ഷേ ഇൻ കേസ് ഓഫ് പ്ലാന്റ് ദേ ആർ യൂണി ഓർ എ സിംഗിൾ സെല്ലുലർ ഓർഗാനിസമാണ് പ്ലാന്റ്സിൽ പെടുന്നത്. ഓക്കെ. അപ്പം നമുക്കിവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ എന്താണ് വരുന്നത്. അപ്പം ഓപ്ഷൻ എ പറയുന്നതാണ് DNA ഒള്ളി അല്ല. DNA ഒള്ളി അല്ല, RNA ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഇത്ര ഉറപ്പാണ് ഇത് നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അബൌട്ട് ദി ഹ്യൂമൻ നേച്ചർ. സോ നമുക്ക് DNA ഒള്ളി അല്ല, നമുക്ക് DNA ഒള്ളി അല്ലല്ലോ നമ്മൾ. RNA ആൻഡ് പ്രോട്ടീൻ നോ, DNA ആൻഡ് RNA നോ. പക്ഷേ നമ്മളിവിടെ എന്താണ്, നമ്മളിവിടെ പെടുന്നതാണ് ഓപ്ഷൻ ബി, DNA ആൻഡ് പ്രോട്ടീൻ. ബിക്കോസ് വി ഹാവ് അവർ ഓൺ DNA, even we have the ribosomes, and ribosome it secretes the production of the protein. So the option B is the correct answer for here. ഓക്കെ. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഇൻ ദി പ്ലാന്റ് സെൽ എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത്? അപ്പം ഇതിൽ പെടുന്നതാണ് ഒന്ന്, സ്വന്തം മെമ്പറൈനാണോ പ്ലാന്റ്സിലുള്ളത്? ന്യൂക്ലിയസ് ഡസ് നോട്ട് നീഡ് എ മെമ്പറൈൻ ബട്ട് ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ഈ ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് അറിയപ്പെടാൻ നോക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അതൊരു പ്ലാന്റിൽ പെടുന്ന ഒരു ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ് പറയുന്നത്. ദാറ്റ് ഹെൽപ്സ് ദി കളർ ഓഫ് ദി പ്ലാന്റ് ഓർ ദി ലീഫ്. അപ്പം ക്ലോറോപ്ലാസ്റ്റിൻ്റെ മെയിൻ കണ്ടില്ലേ ക്ലോറോ, അപ്പം അതിൻ്റെ മെയിൻ പണി എന്ന് വെച്ചാൽ അതൊരു ഇറ്റ് ലൈക്ക് എ പിഗ്മെൻറ്റ് വിച്ച് ഗീവ് ദി കളർ ഓഫ് ദി പ്ലാന്റ് ഓർ ഈവൻ ദി ഗ്രീൻ കളർ ഇൻ ദ പ്ലാന്റ് ഓർ ദി ലീഫ്. അപ്പം പക്ഷേ നമുക്കറിയാം ന്യൂക്ലിയസ് ആൻഡ് ദി ക്ലോറോപ്ലാസ്റ്റ് ആർ സറൗണ്ടഡ് സെപ്പറേറ്റ്ലി ബൈ ദിയർ ഓൺ മെമ്പറൈൻ. നമുക്കറിയാം ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസും അതുപോലെ ക്ലോറോപ്ലാസ്റ്റും അവർ രണ്ടുപേരും പ്രത്യേകം ഒരു ക്യാബിനിലായിരിക്കുന്നത്. വെച്ചാൽ അവർ സ്വന്തം ക്യാബിനിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടുത്തെ ആൻസർ. എന്നുവെച്ചാൽ അവർ കണ്ടില്ലേ, ഫസ്റ്റ് ഓപ്ഷൻ കണ്ടില്ലേ, ന്യൂക്ലിയസ് ഡസ് നോട്ട് നീഡ് എ മെമ്പറിൻ. പക്ഷെ അങ്ങനെ പോസിബിളേ അല്ല. സോ ദ ഓപ്ഷൻ ബി സേസ് ദാറ്റ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ ക്ലോറോപ്ലാസ്റ്റ്സ് ആർ സറൗണ്ടഡ് സെപ്പറേറ്റഡ് ബൈ ദെയർ ഓൺ മെമ്പറൈൻ. പക്ഷേ ഇവിടെ കണ്ടില്ലേ ന്യൂക്ലിയസ് ഒറ്റയ്ക്കാണ് ഇവിടെ, പക്ഷേ ഇവരല്ല. പക്ഷേ അങ്ങനല്ല, ഈ രണ്ട് പേരും ഈ വരുന്ന ന്യൂക്ലിയസും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ദേ ബോത്ത് ആർ ലൈയിങ് വിത്ത് ദെയർ ഓൺ മെമ്പറൈൻ. എന്നുവെച്ചാൽ അവർ നിൽക്കുന്നിടത്ത് അവരുടെ ഒരു മെമ്പറൈനും കൂടെ കാണും. ഓക്കെ അല്ലേ? Okay, next. Which one of the following organs is not found in
ആനിമൽ സെൽ. ഒരു വെറും കോമൺ ക്വസ്റ്റ്യനാണ്. സെൽ വാൾ ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ ദി പ്ലാന്റ്സ്. നമുക്കറിയാം ഒരു ലീഫിൻ്റെ നമ്മൾ എടുക്കുകയാണ്. ഈ ലീഫിനകത്ത് സ്റ്റൊമാറ്റോ അതൊക്കെ വരുന്നതാണ്. അപ്പം അതുപോലെ ഉള്ളൊരു സംഭവമാണ് സെൽ വാൾ ഓൺലി പ്രസൻറ്റ് ഇൻ ദി പ്ലാന്റ്സ് ഓർ ഇൻ ദി പോർഷൻ ഓഫ് ദി ലീവ്സ്. ഓക്കെ, അടുത്തത് ലൈസോസോം ആർ sacs of the cell filled with digestive enzymes. These digestive enzymes are synthesized by. നമുക്ക് ഫസ്റ്റിലേ അറിയാം ഒരിക്കലും വരാൻ പോകത്തില്ല. എന്താണ് ഈ ഗോളി ബോഡീസ് ഒരിക്കലും വരത്തില്ല. നമുക്ക് ഉറപ്പായി അറിയാം. എന്ത് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിനകത്ത് ഈ കാണുന്ന റഫ് അതുപോലെ തന്നെ സ്മൂത്ത്, ഈ രണ്ടുപേരും ഈ ആറിപ്പെടുന്നതാണ്. എന്നുവെച്ചാൽ എൻഡിക്കുലർ ഐറ്റോപ്ലാസം വരുന്നതാണത്. എൻഡോപ്ലാസം ഡിക്കുലർ വരുന്നതാണ്. അപ്പം അതിനകത്ത് വരുന്ന ഒറ്റൊരു സംഭവമേ ഉള്ളൂ. അതാണ് ഈ കാണുന്ന ഓപ്ഷൻ സി, റഫ് എൻഡോപ്ലാസ്മ റെട്ടിക്കുലം. എന്നുവെച്ചാൽ ഈ കാണുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അത് കാണുന്ന എവിടെയാണ്, അതുപോലെ തന്നെ ആർ സിന്തസൈസ്ഡ് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് കാണുന്ന ഇതിലാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ ഓപ്ഷൻ. ഓക്കെ, which one of the following parts are found in the both plant and animal cell? ഫസ്റ്റിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി ഇല്ല. എന്തുകൊണ്ട്? സെൽ വാൾ പ്ലാന്റ്സിലേ ഉള്ളൂ, പക്ഷേ ആനിമൽ സെല്ലിൽ ഇല്ല. സെൽ വാൾ കണ്ടില്ലേ. അടുത്തത് സൈറ്റോപ്ലാസ്മ ഉണ്ടോ? പക്ഷേ ഉണ്ട്. പക്ഷേ ഈ കാണുന്ന ക്ലോറോഫിൽ, പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ സംഭവമില്ലേ ക്ലോറോപ്ലാസ്റ്റ്, അഥവാ ഈ സംഭവം അവർ പറഞ്ഞ എന്തുവാ പ്ലാന്റ്സിലും ആനിമൽസിലും കാണുന്നത് എന്താണ്. അപ്പം ക്ലോറോപ്ലാസ്റ്റ് ആനിമലിൽ വന്നു കഴിഞ്ഞാൽ ആനിമലും പച്ചയായി മാറും. പക്ഷേ ഇതല്ലല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ട് ഈ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് വരത്തില്ല. പക്ഷേ നമുക്ക് വരുന്നതാണ് ഓപ്ഷൻ സി, സെൽ മെമ്പറൈൻ ആൻഡ് സൈറ്റോപ്ലാസ്മ ന്യൂക്ലിയസ്. മനസ്സിലായില്ലേ? അപ്പം ഇത് വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റേഷൻ വിച്ച് helps the color production of the plants and that led the plants to be greenish. If in case this type of organism or chloroplast which occur in the human or in animal, there will be lead to the formation of greenish in the skin of the human being, even in the animal cell. So ഇവിടുത്തെ ആൻസർ ആണ് ഓപ്ഷൻ സി, സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസ്മ ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം ഈ കാണുന്ന ദ ലിവിങ് കണ്ടൻറ്റ് ഓഫ് സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസ്മ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ്, നമുക്കറിയാം സൈറ്റോപ്ലാസ്മം, ന്യൂക്ലിയോപ്ലാസ്മ ആൻഡ് അതർ ഓർഗാനിസമാണ് ഇതിൻ്റെ ആൻസർ. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് എനിക്ക്. ഞാൻ പ്രത്യേക വീഡിയോ ചെയ്തുകൊണ്ട് അത് പറയാൻ സംഭവം തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് ചെയ്ത പോലെ ATP ഞാൻ പറഞ്ഞു. ATP ഈസ് ഫൗണ്ട് അറ്റ് ദ പ്ലേസ് ഓഫ് മൈറ്റോകോൺട്രിയ അല്ലേ. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഓൺലി അക്കർ ഇൻ ദി പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, സോ ആൻഡ് ഈവൻ ദ റൈബോസോം, നേരത്തെ പറഞ്ഞ പോലെ റൈബോസോം, ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഇറ്റ് ഈസ് ദി
പ്രൊഡക്ഷൻ ഓഫ് ദി പ്രോട്ടീൻ. ഓക്കെ അല്ലേ? അപ്പം 4-ന്റെ എയുടെ 4 പിന്നെ സിയുടെ 2 ഓപ്ഷൻ സി ആണ്. ബിയുടെ 1 ക്ലോറോപ്ലാസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഓൺലി ഫൗണ്ട് ഇൻ ദി പ്ലേസ് ഓഫ് സെൽ ഓഫ് പ്ലാന്റ്. ലൈസോസോം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി സൂയിസൈഡ് സെൽ. കണ്ടല്ലേ? അടുത്തത്, ലൈസോസോം ഈസ് ഫൗണ്ട് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ ഓർഗാനിസം. ലൈസോസോം അത് എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പോൾ നമുക്കറിയാം, ഈ ലൈസോസോമിൻ്റെ ഈ ലൈസോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് മോസ്റ്റ്ലി അക്കർ ഇൻ ദ പ്ലേസ് ഓഫ് ലൈക്ക് ആനിമൽ. അപ്പം ഇത് ചെയ്യുന്നത് വെച്ചാൽ, അഥവാ ഇൻ കേസ് ആനിമൽ സെല്ലിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എനി പാർട്ട് ഓഫ് ദി എനി പോർഷൻ ഓഫ് ദി സെൽ ഏരിയ, ഇഫ് ഇറ്റ് ഗെറ്റിംഗ് ടു ഡാമേജ്, അഥവാ ഏതൊരു സെൽ ഡാമേജ് ആവുകയാണെങ്കിൽ, വാട്ട് ദി ഫങ്ഷൻ ഇറ്റ് ഈസ് ഡൺ ബൈ ദ ലൈസോസോം ഈസ് ദാറ്റ് ഇറ്റ് വിൽ ഓവർടേക്ക് ഓവർ ദെയർ. ആ സെല്ലിനെ പുറത്ത് ഓവർടേക്ക് ചെയ്തിട്ട് അതിനെ പിടിച്ചിട്ട് ലൈസോസോം ആ സെല്ലിനെ നശിപ്പിക്കുകയില്ല. എന്നിട്ട് ആ ഡെഡ് സെല്ലിനെ കൊന്നിട്ട് ഇത് സ്വയം അതിന് കൂടെ ചാവും. ഓക്കെ, അപ്പം ഈ പറഞ്ഞിങ്ങനെ ലൈസോസോം ഈസ് ഫോംഡ്. സോ നമുക്കറിയാം, ഗോളി ബോഡീസിലാണ്. ഈ ഗോളി ബോഡീസാണ് ഈ ലൈസോസോമിനെ ഉണ്ടാക്കുന്ന ആൾ. എന്താണ്? ഗോളി ബോഡീസാണ് ലൈസോസോമിനെ ഉണ്ടാക്കുന്ന ആൾ. ഓക്കെ, the option here is the option C. അടുത്തത്, which one of the following cell organism is known as suicide bug? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ what the answer here for the lysosome. ഈ ലൈസോസോമിൻ്റെ വേറൊരു പേരാണ് സൂയിസൈഡ് ബാഗ് എന്ന് പറഞ്ഞ നമ്മൾ. ഓക്കെ അല്ലേ? ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ആനിമൽ സെൽ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ഞാൻ ഒരു മൂടച്ചതാണ്. അപ്പം എന്താണ് ഇതിന് ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ആണ്. സെൽ വാൾ ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ ദി പ്ലാന്റ് സെൽ. അല്ലേ? ഓൺലി പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. പക്ഷേ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസൻറ്റ് എന്ന് ആനിമൽ സെല്ലിൽ പെടാത്ത എന്തൊക്കെയാണ്? പക്ഷേ ഈ കാണുന്ന 3 ഓൺലി ഫൗണ്ട് ഇൻ ആനിമൽ സെൽ. പെടാത്ത ആരാണ്? ഓപ്ഷൻ ഡി, സെൽ വാൾ. പിന്നെ സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ സെൽ ഓഫ്. ആരിലാണ്? ഹ്യൂമനിൽ സെൽ വാൾ ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. So I hope the video will help you for your preparation. So I will come back again with a new video and new content. So for the time, bye bye.